എറണാകുളം കോതമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന പന മറിച്ചിട്ടുണ്ടായ അപകടത്തിൽ മരിച്ച ആൻമേരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ ആൻമേരി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. ആൻമേരിയോടൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച സുഹൃത്ത് അൽത്താഫ് സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, വളരെ അപൂർവത തോന്നുന്ന ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവം. കാട്ടാന പന മറിച്ചിട്ട് ഒരാൾ മരിക്കുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. എപ്പോഴായിരുന്നു ഇന്നലെ ഈ അപകടം ഉണ്ടായത്? കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ലക്ഷ്മി, ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു കോതമംഗലം ചെമ്പൻകുഴി ഭാഗത്ത് വെച്ച് ഈ അപകടം ഉണ്ടാവുന്നത്. സുഹൃത്തുക്കളായ ആൻമേരിയും അൽത്താഫും ഈ ഇരുചക്ര വാഹനത്തിൽ കുമളി ഭാഗത്തു നിന്നും കോതമംഗലം ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു ആന മറിച്ച പന ഇവരുടെ വാഹനത്തിലേക്ക് വീഴുന്നത്. ആ സമയം തന്നെ ഇവരുടെ വാഹനം അടുത്തുള്ള ഒരു കുഴിയിലേക്ക് പതിക്കുകയും ഇവർക്ക് രണ്ടുപേർക്കും സാരമായ പരിക്കുകൾ ഏൽക്കുകയും ഉണ്ടായി. ആൻമേരിക്കാണ് ഇതിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റത്. ആ സമയത്ത് തന്നെ ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ആൻമേരിയുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. പക്ഷേ സുഹൃത്ത് അൽത്താഫിന്റെ പരിക്കുകൾ സാരമല്ല. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ തലക്കും പരിക്കേറ്റതിനാൽ അദ്ദേഹത്തെ ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രി തന്നെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആൻമേരി തത്സമയം ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ മരിക്കുകയായിരുന്നു. തുടർന്ന് അവരുടെ മൃതശരീരം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇതിനുശേഷം തൃശ്ശൂർ പുതുക്കാടുള്ള ഇവരുടെ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോയി. ഇപ്പോൾ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കാത്തിരിക്കുകയാണ്. നമ്മളോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ നിലവിൽ ബന്ധുക്കൾ. കൊച്ചിയിൽ നിന്ന് ഹാൻസ് ജോൺ ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.